അപ്പോൾ അത് അസ്സലാമലൈക്കും. നമുക്ക് ഇത് വെക്കാൻ തുടങ്ങട്ടെ. അപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ കൈപ്പങ്ങ, പിന്നെ എന്താണ്, പിന്നെ ചക്കക്കുരു കേട്ടോ. പിന്നെ അതിക്ക് വേണ്ടിയ സാധനങ്ങളാണ് പച്ചമുളക്, ചെറിയുള്ളി, ഇനി 1-2 സാധനം കൂടി വേറെ എടുക്കാണ്ട് കേട്ടോ. നമ്മളിതാ നല്ല ടേസ്റ്റാണ്. നമുക്ക് കഞ്ഞിക്കും എന്താണ് ചോറിനൊക്കെ പറ്റണ ഒരു തോരനാട്ടോ അത്. അപ്പോൾ ഞാൻ 3-4 പ്രാവശ്യം ഈ ചക്കക്കുരു കഴുകിയിട്ട് കുക്കറിലൊന്ന് ഇടുകയാണേ. അപ്പം എന്തൊക്കെ വിശേഷങ്ങൾ നിങ്ങളെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. നമുക്ക് അൽഹംദുലില്ലാ സുഖം തന്നെയാണ്. അപ്പം എല്ലാവരെയും സുഖമായിട്ട് വിചാരിക്കണം. അപ്പം നമ്മളെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും ചെയ്യണം, ഒക്കെ ചെയ്താണ്ടി. അപ്പോൾ നമുക്ക് ചക്കക്കുരു കഴുകി വാരി കുക്കറിലിട്ട് ലേശം ഉപ്പ് കുറച്ചിട്ടാൽ മതി. പിന്നെ നമ്മൾ പാവക്ക വേവിച്ചുമ്പോൾ കുറച്ചിടുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ഏറണ്ട. അപ്പോൾ ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. അത് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഉണ്ടോ, കാണുന്നുണ്ടോ അറിയില്ല. എന്താ, അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. ഇങ്ങനത്തെ കറികളൊക്കെ, നാടൻ കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കുക നമ്മൾ. അപ്പോൾ ഞാനിതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കട്ടെ. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് ഉണങ്ങി വരുമ്പോൾ നമുക്ക് ഈ പാവയ്ക്ക ആദ്യം ഒന്ന് പിന്നെ എന്താണ് വേവിച്ചെടുക്കാം കേട്ടോ. ചക്കക്കുരു അപ്പുറത്തെ അടുപ്പത്ത് തീമച്ചുണ്ട്. പണ്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവും ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കി. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചെറിയ പാൻ ഇവിടെ അടുപ്പത്ത് വെച്ച്, വലിയ ചട്ടിയൊന്നും എടുക്കാൻ മാത്രമല്ല, കുറച്ച് ആൾക്കനുസരിച്ചാണ് ഉണ്ടാക്കണം. അപ്പം നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കടുകൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടിയും കടുകിടാം, ചെറിയ സ്പൂണായതുകൊണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് പച്ചമുളകാണ് മുറിച്ചിട്ട്, നല്ല എരിവുള്ള പച്ചമുളകാട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാനെന്ന് പറഞ്ഞ് ഞാനവിടെ നിർത്തിയിട്ടോ, അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞ്. അപ്പോൾ പാവക്ക ഇട്ട് കൊടുക്കുക. ഇത് മുളകും കൂടി ഇട്ട് കൊടുക്കുക, പച്ചമുളക്. അപ്പോൾ ഞാൻ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി ഇതിൻ്റെ ഈ നടുവിലെടുത്ത് ഒന്ന് ഇളക്കിയിട്ട് പാവക്ക വേഗം വേവും. ചക്കക്കുരു 2 വിസിൽ വന്നാൽ അതും ഒന്ന് ആയാലും മതി. എണ്ണാകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തുറന്നാൽ മതി. അത് പാവക്ക ഇതുണ്ടാവുക വേവലൊക്കെ. ഞാൻ 2 വിസിലടുപ്പിച്ച് ഇതിലേക്ക് ഇടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഓരോ കുക്കർ എന്താണ് പെട്ടെന്ന് വേവണം ഭാഗത്തൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ തീയൊന്ന് കുറച്ച് വെക്കുക. ലേശം ഉപ്പിടണ്ടേ, പാവക്കയിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല. ചക്കക്കുരുവിൽ ഇട്ടതുകൊണ്ട് രണ്ട് വിസിൽ വന്ന് ഞാൻ ഓഫാക്കിയിട്ടാണ്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ പാവയ്ക്കയാണ്. ഞാൻ കാണിച്ചു തന്നില്ല നിങ്ങൾക്ക്.
ഇനിയുണ്ട് 3 ഇതിൽ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ അരിഞ്ഞെടുത്തതാണ്. ചക്കക്കുരുക്ക് തോന വേണ്ട. അപ്പോൾ പാവക്ക വെന്ത് നമ്മൾ ഈ ചക്കക്കുരു ഇതിലേക്ക് കേട്ടോ. ചക്കക്കുരും വെന്ത് കുറച്ച് വെള്ളമൊക്കെ അതിലുണ്ട്. അത് കുഴപ്പമില്ല. നല്ല അടിപൊളി ചക്കക്കുരു പെട്ടെന്ന് വേവും. ഞാനിപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ അരിഞ്ഞ് ഇങ്ങനെ നുറുക്കിയെടുത്തൊക്കെ കേട്ടോ. നീളത്തിലല്ലാതെ വട്ടത്തിൽ കൈപ്പങ്ങിക്കിടയിൽ ഇങ്ങനെയാണ് ഇതെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞെടുത്ത്. അപ്പോൾ അതൊക്കെ റെഡിയായി. ഇതൊന്ന് ഇളക്കിയാൽ മതി. ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്ത് ടേസ്റ്റ് അറിയാം. കഞ്ഞിയൊക്കെ എനിക്ക് കഞ്ഞിക്കാട്ടോ ഇഷ്ടം. ചോറിനും നല്ലതാണ്, കഞ്ഞിക്കും നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്. നമുക്ക് ലേശം കറിവേപ്പിൻ്റെ ഇല കൂടി രണ്ടിൽ എത്ര പെട്ടെന്ന് അതായത്. ഈ ചക്കക്കുരു ഒന്ന് ഒഴിച്ചെടുക്കണ ഒരു ടൈം മാത്രം മതി. ഇത് വലിയ ചക്കക്കുരുന്ന്, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും അറിയില്ല. ഞാനൊരു 10-15 എടുത്തിട്ടുള്ളൂ. കണ്ടില്ലേ നമ്മളെ തോരൻ? ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പുണ്ട്. ചക്കക്കുരു അടുപ്പത്ത് വെച്ചപ്പോഴും പാവക്കയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ നല്ല അടിപൊളി പിന്നെന്താണ് ഉപ്പേരിയാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. നമ്മൾ നാടൻ കറികൾ ഉണ്ടാക്കി നോക്കുക, അത് കഴിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്നുകൂടി ഒന്ന് ചെയ്യണേ, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ അപ്പോൾ ഇത് മാറ്റണമൊന്നുമില്ല കേട്ടോ, ഇതിൽ തന്നെയാണ്. ഇടിക്കട്ടി വെക്കുമ്പോൾ അരി അതാ ഇതിപ്പോൾ ഒരു കവർ കിട്ടിയ തോരം